നമസ്കാരം. ഞാൻ ഷാൻജി അഗസ്റ്റിൻ. മൈൻഡ് മാജിക് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും വളരെ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. കൂടാതെ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ്, സ്പിരിച്വൽ ഹീലർ, മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ലൈഫ് കോച്ച് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. എന്നെ കാണാൻ വേണ്ടി പലവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മറ്റ് റിലേഷൻഷിപ്പ് വിഷയങ്ങൾ, ഭയം, പരീക്ഷാ പേടി, ഫോബിയ, അത്തരത്തിലുള്ള എല്ലാത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്ന പരിഹാരം തേടി ഓൺലൈനായും ഓഫ്ലൈനായും എന്നെ സമീപിക്കാറുണ്ടായിരുന്ന പല ആളുകളും കുറച്ച് കാലങ്ങളായി എന്നോട് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചിരുന്നൊരു കാര്യമായിരുന്നു, ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച എൻ്റെ അറിവുകളും ആശയങ്ങളും ഈ ലോകത്തിലുള്ള അറിയാൻ ആഗ്രഹിക്കുന്ന, എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന, ലഭിക്കാൻ അർഹതപ്പെട്ട എല്ലാ ആളുകളിലേക്കും ഈ അറിവുകൾ പകർന്നു നൽകുന്നതിന് വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ പോലെയുള്ള നവമാധ്യമ രംഗം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഒരു വേദി ഒരുക്കുക എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ചാനലുമായി ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ടുള്ളത്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ചാനൽ എന്ന് പറയുന്നത് തികച്ചും വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. ഇത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയുള്ളതല്ല. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന, നമ്മൾ അറിയാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ അത്ഭുതകരമായ ശക്തിയെപ്പറ്റി, മനഃശക്തിയെപ്പറ്റി, മൈൻഡ് പവറിനെ പറ്റിയും സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട, ആത്മീയതയുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമേറിയ വിഷയങ്ങളുമാണ്. ശാസ്ത്രീയമായി എങ്ങനെയാണ് സ്പിരിച്വാലിറ്റിയും മൈൻഡ് പവറും ഒന്നിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ വിധത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ലോകത്തിൽ, നമ്മളെ മാറ്റി നിർത്തിയാൽ നമ്മുടെ ലോകത്തിൽ ഇന്ന് ജീവിച്ച് എന്ന് വരുത്തി തീർത്ത് മരിച്ചു പോകുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിൽ വളരെ 5-10% ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്തെന്നും, എന്തിനാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നതെന്നും, എന്താണ് നമ്മുടെ ജന്മോദ്ദേശമെന്നും, എന്താണ് നമ്മളെന്നും, ആരാണ് ഞാൻ എന്നും ഉള്ള തിരിച്ചറിവിലേക്ക് എത്തിച്ചേരുകയും ആ ഒരു നിലയിലേക്ക് ജീവിതം വിജയകരമായി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ചുറ്റും കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, ഒരു 5% ആളുകൾ മാത്രം ജനനം മുതൽ മരണം വരെ ജീവിതത്തിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച്, എല്ലാവിധ സന്തോഷങ്ങളും അനുഭവിച്ച്, യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ സുഖലോലുപരായി ജീവിച്ച് മരിക്കുന്ന ആളുകൾ വളരെ ചെറിയ വിഭാഗം ആളുകൾ മാത്രം. എന്നാൽ ബാക്കിയുള്ള 95% ആളുകളും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയും പോലെ, ഞാൻ സ്ഥിരമായി പറയാറുള്ളതാണ്, എന്നെ അന്വേഷിച്ച് വരുന്ന ആളുകളുടെ അടുത്തൊക്കെ ഞാൻ പറയാറുള്ളത്, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയും പോലെ എന്തിനാണ് ജനിച്ചത്, എന്തിനാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്താണ് എനിക്ക് മാത്രം ഇത്തരത്തിൽ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, പല വിധത്തിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിൽ, വളരെ കഷ്ടപ്പാട്, വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്നു. ദാമ്പത്യമായി നല്ല സുഖകരമായ അവസ്ഥയിലല്ല. എല്ലാ ആളുകളുടെയും കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത്തരത്തിലുള്ള ആളുകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങൾ, മറ്റ് റിലേഷൻഷിപ്പ് വിഷയം എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധം മാത്രമല്ല,
ചേട്ടൻ അനിയൻ ബന്ധമായാലും, അച്ഛൻ മകൻ ബന്ധമായാലും, മകൻ അമ്മ ബന്ധമായാലും, സഹോദരങ്ങൾ സഹോദരി, അങ്ങനെ പല എല്ലാ തരത്തിലുള്ള സൗഹൃദങ്ങളായാലും പ്രണയങ്ങളായാലും എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങളിൽ എന്തൊക്കെയോ വിഷയങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഒരു തരത്തിലും മനസ്സമാധാനം കിട്ടുന്നില്ല, സന്തോഷം കിട്ടുന്നില്ല, സാമ്പത്തികമായി ഞെരുങ്ങിയും തിങ്ങിയും നീങ്ങുന്നു, ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുന്നു, മറ്റു തരത്തിലുള്ള വിഷയങ്ങൾ, ആരോഗ്യ കാരണങ്ങളാൽ, ആരോഗ്യ വിഷയങ്ങളാലൊക്കെ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ, കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പേറി ജീവിക്കുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ്? വ്യക്തമായി തുറന്നു പറഞ്ഞാൽ ഈ ചാനലിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ അറിഞ്ഞിട്ടുള്ള, വളരെ കാലങ്ങളായി ഞാൻ ചിന്തിച്ച്, ഞാൻ വളരെ കാലങ്ങളായി അതിന് പുറകെ റിസർച്ച് നടത്തിപ്പോയി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില വിഷയങ്ങൾ. എന്താണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചില ആളുകൾ മാത്രം വിജയത്തിലേക്ക് എത്തുന്നത്? ചില ആളുകൾ ജീവിതത്തിൽ എല്ലാ തരത്തിലും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം പേറി ഇന്നോ നാളെയോ എന്നുള്ള രീതിയിൽ ജീവിക്കണമോ മരിക്കണമോ എന്നുപോലും നിശ്ചയമില്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലുള്ളത്. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ ഒരു അന്വേഷണമാണ് ഞാൻ കുറച്ച് കാലങ്ങളായി നടത്തിയത്. അതിലൂടെ ഞാൻ കണ്ടെത്തിയ, ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറയുമ്പോൾ ഞാനായിട്ട് കണ്ടുപിടിച്ചത് എന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടേ ഇല്ല. നൂറ്റാണ്ടുകളായി ഋഷിവര്യന്മാർ, നമ്മുടെ മതമേലധ്യക്ഷന്മാർ, നമ്മുടെ ആചാര്യന്മാർ ഒക്കെ, പ്രത്യേകിച്ചും ഭാരതത്തിൽ ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള വിഷയങ്ങൾ. എന്നാൽ അത് വേണ്ട വിധത്തിൽ അവരെന്താണ് ഉദ്ദേശിച്ചുള്ളത്? നമ്മുടെ മഹത് ഗ്രന്ഥങ്ങളിലൊക്കെ, ബൈബിളായാലും ഖുറാനായാലും ഭഗവത്ഗീതയായാലും എല്ലാ മതഗ്രന്ഥങ്ങളിലും എല്ലാ ആത്മീയ ആചാര്യന്മാരും പറഞ്ഞു വെച്ചിട്ടുള്ളതും, എന്നാൽ അവരൊന്നും പൂർണ്ണമായി പറയാതെ കുറച്ച് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച്, അല്ലെങ്കിൽ ഇത് വെളിവാക്കപ്പെടേണ്ടവനോട് മാത്രം വെളിവാക്കപ്പെട്ടാൽ മതി, അർഹതയുള്ളവനിലേക്ക് മാത്രം എത്തിയാൽ മതി. അത് അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ചില കാര്യങ്ങൾ, പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന് പറയും. എല്ലാ ആളുകൾക്കും എല്ലാം അറിഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ആളുകളും എല്ലാം അറിയാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെങ്കിൽ അവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാനത് വീണ്ടും ഞാൻ മാത്രമല്ല, ഇന്ന് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ലോകത്തുമൊക്കെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റേതായ രീതിയിൽ, എൻ്റേതായ കാര്യങ്ങൾ, എൻ്റെ അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ട്, യു ഗോട്ട് ഇറ്റ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കേണ്ട വിഷയമാണ്. ആരെങ്കിലും പറഞ്ഞു വെച്ച വിഷയങ്ങൾ മാത്രമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ. അത് തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോകളിൽ കൂടുതൽ വ്യക്തമായി പറയാം എന്നുള്ളത് കൊണ്ട് ഞാൻ മുഴുവൻ ഇതിലേക്ക് കടക്കുന്നില്ല. ഞാനൊക്കെ വീണുപോയ ഒരവസ്ഥ, അവിടുന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എന്നെ ഈ നിലയിലെത്തിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ തക്ക രീതിയിൽ എന്നെ പ്രാപ്തനാക്കിയ അതേ സയൻസ് 100% ഞാൻ പ്രവർത്തിച്ച് ഫലം കണ്ടെത്തിയ 100% ഫലമുണ്ടാവും. ജീവിതം മാറും, ജീവിതം മാറ്റാൻ പറ്റും. ഈ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ, ഏത് തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളുമായാലും ഇതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ പോകുന്നത്. അത് ഒറ്റ കാര്യം മാത്രമാണ്. എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ജയപ്രകാശ് സാർ എപ്പോഴും പറയാറുള്ളത് പോലെ, നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ, നമ്മളുടെ എല്ലാം പ്രശ്നം തുടങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ യൂസർ മാനുവൽ നമുക്കറിയില്ല എന്നുള്ളതിലാണ്. ഒരു പക്ഷേങ്കിൽ നിങ്ങൾ മറ്റൊരു വിധത്തിൽ ഇത് കേട്ടിട്ടുണ്ടാവാം. പക്ഷേ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന ആളുകൾ കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം നമ്മളുടെ ജീവിതത്തിൻ്റെ യൂസർ മാനുവൽ നമുക്കറിയില്ല എന്നുള്ളത് തന്നെയാണ്.
ആ യൂസർ മാനുവൽ എന്താണ്, എന്നെ ജീവിതത്തിൽ നിന്ന് ഈ നരകത്തിൽ നിന്നൊക്കെ കരകയറ്റിയ ആ യൂസർ മാനുവൽ എന്താണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ പങ്കുവെക്കുന്നത്. ആ യൂസർ മാനുവൽ ഉപയോഗിച്ച് എല്ലാ ആളുകളെയും എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്. എന്നെ കാണാൻ വരുന്ന ഒരുപാട് ആളുകൾ ഈ അറിവുകൾ, ഇതൊന്നും വീഡിയോയിൽ കൂടെ മാത്രം പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളല്ല, പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളുണ്ട്, അതിലേക്ക് പിന്നീട് വരാം. ഈ കാര്യങ്ങളാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ ഒക്കെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളുടെ ജനനം മുതൽ സ്കൂൾ പഠനകാലത്ത്, കോളേജ് പഠനകാലത്ത്, അങ്ങനെ വിവിധ പഠനകാലങ്ങളിൽ വിവിധ കോഴ്സുകൾ നമ്മളെടുത്ത് പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെ പഠിച്ചു ജോലി നേടാം, ജീവിച്ചു പോകാനുള്ള രീതിയിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് നമ്മളെല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളുടെ ശരീരത്തെ പറ്റി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇല്ലേ, ഒരുപാട് ശാഖകൾ ഉണ്ടല്ലോ, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ഞാൻ എല്ലായിടത്തും പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിനെ പറ്റി, മനസ്സിൻ്റെ ശക്തിയെപ്പറ്റി, നമ്മുടെ മനസ്സും ആത്മീയതയുമായി ബന്ധപ്പെടുത്തി എല്ലാ മതവിഭാഗങ്ങളിലും പെടുത്തുന്ന ആളുകളെ പറ്റി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇതുമൊക്കെ കണക്ട് ചെയ്ത് എങ്ങനെയാണ് ജീവിതത്തിൽ, വളരെ നിസ്സാരമാണ് കേട്ടോ, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് ആരും വിചാരിച്ചു പോരുത്. വളരെ നിസ്സാരമാണ്, വളരെ 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 നിസ്സാരമാണ്. ഇതിൻ്റെ സയൻസ് അറിഞ്ഞ്, യൂസർ മാനുവൽ അറിഞ്ഞ് എങ്ങനെ നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്താം എന്ന് ഉള്ള ഒരു കോഴ്സ് എവിടെയെങ്കിലും നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ശരിക്കും ഇത് പഠിപ്പിക്കേണ്ടത് നമ്മുടെ ആത്മീയ നേതാക്കളും ആത്മീയ ഗുരുക്കന്മാരും മത മേലധ്യക്ഷന്മാരും അത്തരത്തിലുള്ള ആളുകളും ഒക്കെയാണ്. ഞാൻ അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ പിന്നീട് തുടർന്നുള്ള വീഡിയോയിൽ പറയാം എന്നുള്ളതുകൊണ്ട് ഞാൻ അത്തരത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ എങ്ങനെയാണ് മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടത്, മനസ്സ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഏത് കോഴ്സിൽ, ഏത് ക്ലാസ്സിലാണ്, സൈക്കോളജിയൊക്കെ എടുത്ത് ബിരുദമൊക്കെ എടുക്കുന്ന ആളുകൾക്കല്ലാണ്ട് എവിടെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? എവിടെയും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? ചിന്തിച്ച് നോക്ക്, ഞാൻ നുണ പറയുന്നതാണോ? ശരീരത്തെ എങ്ങനെയൊക്കെ നമ്മൾക്ക് നന്നാക്കിയെടുക്കാം എന്നതിനെ പറ്റി ഒരുപാട് ആളുകൾ നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ജിമ്മിൽ പോകണം, ശരീര പാൻക്രിയാസ് അതാണ്, കിഡ്നി അതാണ്, ഹാർട്ട് അതാണ്, ഇതിൻ്റെ ഫങ്ഷൻ അതാണ്, ലിവർ അതാണ്, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മനസ്സിൻ്റെ അത്ഭുത ശക്തികളെ പറ്റി, ആ മനസ്സിൻ്റെ അത്ഭുത ശക്തി വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ ഏത് വിധത്തിലാണ് ജീവിക്കേണ്ടത്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്, ജീവിതത്തിൻ്റെ യൂസർ മാനുവൽ. ഇല്ല, ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിയാലും നമുക്ക് യൂസർ മാനുവൽ കിട്ടില്ലേ? നമ്മൾ എന്ത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായിക്കോട്ടെ, എന്ത് സാധനമായാലും, നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമാണെങ്കിൽ പോലും നമ്മൾ പുതിയതായി വീണ്ടും ഓർഡർ ചെയ്ത് നമ്മളെടുത്ത് ആ സാധനം എത്തുമ്പോൾ നമ്മൾ ആ യൂസർ മാനുവൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. എന്താ കാരണം? എന്തെങ്കിലും കണ്ടന്റ് മാറ്റം വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൻ്റെ കാര്യങ്ങളെ പറ്റി അങ്ങനെ ഒരു പഠനം ഇതുവരെ വന്നിട്ടില്ല. അതാണ് യഥാർത്ഥ വസ്തുത. പക്ഷേ വിശ്വസിച്ചോ, വീണ്ടും ഞാൻ പറയുന്നു, ധൈര്യമായി നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയ കാര്യങ്ങൾ, ഞാൻ പ്രവർത്തിച്ച് ഞാൻ പൂർണ്ണമായി വിജയിച്ചു എന്നല്ല കേട്ടോ, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. പൂർണ്ണമായി വിജയിച്ചു എന്നല്ല, പക്ഷേ ഞാൻ അത് മനസ്സിലാക്കി, ഞാൻ പ്രവർത്തിച്ച്, ഞാൻ നേടിക്കൊണ്ടിരിക്കുന്ന, എൻ്റെ ജീവിതം തിരിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ, അതേ യൂസർ മാനുവൽ, അതേ കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിലൂടെയും എന്നെ നേരിട്ട് കാണാൻ വേണ്ടി പേഴ്സണൽ കൺസൾട്ടേഷൻ ഒക്കെ എടുത്ത് വരുന്ന ആളുകളിലൂടെയും ഒക്കെ ഞാൻ ഈ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 1% പോലും കളങ്കമില്ല, 100% പ്രവർത്തിച്ച് വിജയകരമായി പൂർത്തിയാക്കിയ കാര്യങ്ങളാണ്. 100% വിശ്വസിക്കാം. നിങ്ങൾക്ക് എൻ്റെ വിജയത്തിനോടൊപ്പം, എൻ്റെ യാത്രയോടൊപ്പം ചേരാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.
ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കണ്ടന്റ് ഉണ്ട്, അത് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതം വിജയകരമാക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അത്തരത്തിൽ തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് മാത്രമാണ്. എന്താണ് ജീവിതത്തിൻ്റെ യൂസർ മാനുവൽ? അത് ഏത് രീതിയിലാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്? ഏത് രീതിയിൽ പ്രയോഗിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവിത വിജയം നമ്മൾക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഒരു വീഡിയോയിലോ 2 വീഡിയോയിലോ ഒന്നും അത് പറഞ്ഞ് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും തൊട്ടടുത്ത ദിവസങ്ങളിൽ, തൊട്ടടുത്ത സമയങ്ങളിൽ ഇതിൻ്റെ കറക്റ്റ് തുടർച്ച ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് എല്ലാ ആളുകളുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.